നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഭൂമി തത്വമാണ്. ഭൂമി തത്വത്തിലെ മാംസമായ നിൽക്കുന്ന ശരീരഭാഗം, തൊലിയും നമ്മളുടെ തലയോട്ടികളും മജ്ജകളും എന്നുവേണ്ട എല്ല്, പല്ല്, നഖം തുടങ്ങി രോമം എല്ലാം ഉൾപ്പെടുന്ന ഭൂമി തത്വം, അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഖരമാലിന്യങ്ങളെ പുറന്തള്ളുന്നു. അതാണ് മലമായിട്ട് മലദ്വാരത്തിലൂടെ പുറത്തു പോകുന്നത്. അതിൻ്റെ സ്ഥൂലാംശമാണ് മലം. അതേ ഭക്ഷണത്തിൻ്റെ തന്നെ സൂക്ഷ്മാംശമാണ് ശരിക്കും മനസ്സായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സൂക്ഷ്മമായ അവസ്ഥയിൽ നിന്നാണ് ഭൂമി തത്വത്തിൻ്റെ ഖരമായ മാലിന്യം കൊണ്ടാണ് തത്വത്തിൽ മനസ്സ് രൂപം പ്രാപിക്കുന്നത്. ആ സൂക്ഷ്മാവസ്ഥയിലേക്കുന്ന മനസ്സ് ഒരു പ്രോസസ്സിന് ശേഷം രൂപാന്തരപ്പെടുന്നതാണ് എന്നുള്ളതാണ് സത്യം. ഇതിനെ ഒരു താരതമ്യം ചെയ്യുന്ന ഒരു കഥ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു മനസ്സെങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് ഒരു ഋഷിയുടെ മകനോട് ഋഷി പറഞ്ഞു കൊടുക്കുന്നത്, പട്ടിണി കിടക്കാൻ പറയും. പട്ടിണി കിടന്നിട്ട് ഏകദേശം 12-13 ദിവസം കഴിയുമ്പോഴേക്കും ഇവൻ്റെ ശരീരത്തിലെ എല്ലാ ഖരമാലിന്യങ്ങളും പുറന്തള്ളി ഇവൻ ബെഡിൽ കിടപ്പാവും. അനങ്ങാൻ പറ്റാത്ത അവസ്ഥ, പ്രാണൻ മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാണൻ വിടുക എന്നുള്ളതാണ്. ശരീരത്തിൽ നിന്ന് പ്രാണനും കൂടി വിടുന്ന അവസ്ഥയിലേക്ക് ഇവരെത്തുമ്പോൾ മനസ്സില്ലാത്തൊരു അവസ്ഥയിലേക്ക് ആ കുട്ടി എത്തുകയും അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയാണ് അന്നത്തെ തലമുറ ഭാരതത്തിൽ സ്വീകരിച്ചത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ 10-14 ദിവസം പട്ടിണി കിടന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. മനസ്സ് അങ്ങനെ രൂപം കൊള്ളുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാതാകും. അത് കഴിഞ്ഞ് ആ 13-14 ദിവസം നിങ്ങളെ വീണ്ടും ജലം കൊടുത്ത് പതുക്കെ മധുരം കൊടുത്ത് നമ്മളെ വീണ്ടും ഉണർത്തിയില്ലെങ്കിൽ എന്നേക്കുമായിട്ട് ആ പ്രോസസ്സ് അവിടെ അവസാനിക്കും. അപ്പോൾ ആരെങ്കിലും ഒരു സഹായത്തോടു കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിച്ചും നോക്കാവുന്നതാണ്. അപ്പോൾ സൂക്ഷ്മമായ തലത്തിൽ ഖരമാലിന്യങ്ങൾ തന്നെയാണ് മനസ്സായി രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ എത്രമാത്രം ശുദ്ധി, എത്രമാത്രം വിശുദ്ധി നമ്മൾ കൽപ്പിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മളുടെ മനസ്സും ശുദ്ധമായിട്ട് നിലനിൽക്കും. ഇതാണ് എല്ലാ ഭക്ഷണത്തിൻ്റെയും സൂക്ഷ്മമായ തലത്തിലുള്ള അർത്ഥം. അത് ഭാരതീയ പൈതൃക പ്രകാരം ആ ഭക്ഷണം നമ്മളൊരു സൂക്ഷ്മത്തിൽ നിൽക്കുന്ന ഒരു ദേവതയ്ക്ക് അർപ്പിക്കുന്ന ഒരു നിവേദ്യമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ നിവേദ്യത്തെ നമ്മൾ ദേവന് സങ്കല്പിച്ച് സമർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മളുടെ ജഠരാഗ്നിയിലേക്ക്, നമ്മുടെ വയറ്റിലേക്ക് അതിനൊരു ഹവിസായിട്ട് അതിൻ്റെ ആ നിവേദ്യം ഹവിസായിട്ട് നമ്മളുടെ ശരീരത്തിലേക്കും അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ പഞ്ചഭൂത തത്വം അടങ്ങിയിരിക്കുന്ന ഈ ഭക്ഷണം തന്നെ നമ്മളുടെ മനസ്സുമായിട്ടും നമ്മളുടെ എനർജി ആയിട്ടും മാറും. അത് തന്നെ നമുക്ക് ഗുണപരമായിട്ടോ ദോഷകരമായിട്ടോ ഭവിക്കും എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കൃഷി ചെയ്തിരുന്നതും പാചകം ചെയ്തിരുന്നതും കഴിച്ചിരുന്നതും. അതിനെ അതേ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അത് മറ്റുള്ളവരിലേക്ക് പകർന്നിരുന്നതും. അപ്പോൾ അത് അതിൻ്റേതായ ഗുണവിശേഷങ്ങളോടുകൂടി നമ്മൾ അതിനെ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഗുണകരമായിട്ട് പ്രവർത്തിക്കുന്നു. അതിനെ വികൃതമാക്കി ഉപയോഗിക്കുമ്പോൾ വികൃതമായ ഒരു മനസ്സുമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. കാരണം ഈ പഞ്ചഭൂത സിദ്ധാന്തം ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. ഇനി നമുക്ക് അടുത്തൊരു വിഷയം പഠിക്കാനുള്ളത് ജലതത്വമാണ്. ജലതത്വത്തെക്കുറിച്ചും ഒരു ആധികാരികമായിട്ടുള്ളൊരു
കാര്യം ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. ഭൂമി കഴിഞ്ഞാൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഭൂതമാണ് ജലം. സാന്ദ്രത കൂടിയ ഏറ്റവും ഭാരമുള്ള ഒരു ജലമാണ്. അത് നമ്മുടെ ലൈംഗിക അവയവം മുതൽ നാഭി പ്രദേശം വരെയുള്ള അത്രയും ഭാഗത്തെയാണ് ജലതത്വമായി പരിഗണിക്കുന്നത്. ശരീരത്തിൻ്റെ 70% ഉൾക്കൊള്ളുന്ന ജലമാണ്. അതുകൊണ്ട് ജലതത്വമില്ലാതെ ജീവൻ തന്നെ നിലനിൽക്കുകയില്ല. അത് ജലതത്വത്തിലാണ് നമ്മുടെ ജീവൻ്റെ ആധാരം പോലും നിലനിൽക്കുന്നത്. അതിന് ഗുണങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ജലത്തിന് ദ്രവ സ്വഭാവം, അതായത് ഒഴുകുന്ന സ്വഭാവമുണ്ട്. സ്നിഗ്ധത, എണ്ണമയമുള്ളതാണ്, അതായത് വഴുവഴുപ്പുള്ളതാണ്, മിനുസമുള്ളതാണ്. ശീതളിമ, തണുപ്പുള്ളതാണ്. ജലമാണ് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ മൃദുലമായതാണ്. സാന്ദ്രത, കട്ടിയുള്ള ദ്രാവകമാണ്. വിച്ചില, അതായത് വഴുവഴുപ്പുള്ളതാണ്. അതിൻ്റെ രസം, അതിൻ്റെ ഈ ജലവിധാനത്തെ നമ്മളുടെ വായുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗുണം രസം, അതിൻ്റെ ടേസ്റ്റാണ്. രുചി എന്ന തന്മാത്ര ജലത്തിൻ്റേതാണ്. ജലത്തിൻ്റെ റിഫ്ലക്ഷനാണ് നമുക്ക് രുചിയായിട്ടും ടേസ്റ്റായിട്ടും രസമായിട്ടും നമ്മൾ വായിലൂടെ അനുഭവിക്കുന്നത്. അപ്പോൾ മൂക്ക് ഭൂമി തത്വവും വായ ജലതത്വവുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ താഴെയുള്ള മണ്ഡലവുമായിട്ടാണ് നേരിട്ട് ബന്ധം. അതിൻ്റെ ഇന്ദ്രിയം നാവ് ആണ്, വായയാണ്. ജലതത്വത്തിൻ്റെ ഉറവിടം എവിടെ? അതായത് ജലതത്വം ശരീരത്തെ നനച്ച് കൂട്ടിയിണക്കി നിർത്തുന്ന ഒരു കേന്ദ്രമാണ്. അതായത് എല്ലാത്തിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ലയിപ്പിച്ച് കൂട്ടി നിർത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് ജലം പ്രധാനമായിട്ടും ചെയ്യുന്നത്. രസധാതു, പ്ലാസ്മ, ലിംഫ, പോഷകങ്ങൾ കൊണ്ടുപോകുന്ന ദ്രാവകം. അതായത് അതിൻ്റെ രസധാതുവായിട്ട് നിൽക്കുന്നത് പ്ലാസ്മയും ലിംഫയാണ്. പോഷകങ്ങൾ കൊണ്ടുപോകുന്ന ദ്രാവകമാണത്. അതോടൊപ്പം രക്തധാതു, രക്തം, മേധസ്, കൊഴുപ്പ്, മജ്ജ, തലച്ചോറിലെ ദ്രാവകം, ശുക്ലം, ബീജം, അണ്ഡം, പ്രത്യുൽപാദന ദ്രാവകങ്ങൾ, മൂത്രം, വിയർപ്പ്, കഫം, ഉമിനീര്, കണ്ണുനീര്, എല്ലാ ശരീര ദ്രവങ്ങളും, സന്ധികളിലെ ലൂബ്രിക്കേഷൻ. ചുരുക്കത്തിൽ ശരീരത്തിൽ ഒഴുകുന്നതും നനവുള്ളതും എല്ലാം ജലതത്വം അടങ്ങിയിരിക്കുന്നു. എല്ലാത്തിലും ജലതത്വമാണ്. അതിൻ്റെ ശിഷ്ടമാണ് എന്ത്? മൂത്രം. അപ്പോൾ അതിൻ്റെ ധർമ്മമുണ്ട്. എല്ലാ കലകളെയും നനച്ച് മൃദുവാക്കുക, ക്ലേദനം ചെയ്യുക. അതായത് എല്ലാ കലകളെയും നനച്ച് കൂട്ടിയിണക്കുക, അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. പ്രീണനം, അതായത് തൃപ്തിപ്പെടുത്തുക, പോഷിപ്പിക്കുക. അതായത് മറ്റുള്ള കലകളിലൊക്കെ അവർക്കൊരു തൃപ്തികരമായിട്ടും പോഷക ഗുണമുള്ളതുമാക്കി തീർക്കുന്നതും ജലതത്വമാണ്. ബന്ധനം, ശരീരഭാഗങ്ങളെ കൂട്ടിയിണക്കുന്നതിലെ പ്രധാന കണ്ണി ജലതത്വമാണ്. സംവഹനം, പോഷകങ്ങൾ, ഹോർമോണുകൾ ശരീരം മുഴുവൻ എത്തിക്കുന്നതും ജലതത്വം വഴിയാണ്. ശീതീകരണം, ശരീരത്തിൻ്റെ ചൂട് നിയന്ത്രിക്കുന്നു. അതായത് എല്ലാ ഭാഗത്തുമുള്ള ചൂടിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിൽക്കുന്നതിൽ ജലതത്വം പ്രധാന പങ്ക് വഹിക്കുന്നു. ജലതത്വം അധികമുള്ള വ്യക്തികളുടെ പ്രത്യേകത, അവരുടെ മനസ്സെപ്പോഴും സ്നേഹവും അനുകമ്പയും വൈകാരികതയും പൊരുത്തപ്പെടലും ഒഴുക്കുള്ളതും ഇവ വർദ്ധിക്കും. ബാലൻസ് തെറ്റിയാൽ, അതല്ലെങ്കിൽ ജലതത്വം ഇംബാലൻസ് ആയാൽ, നമുക്കൊരു അമിതമായിട്ടായാലും അത് ഇംബാലൻസ് ആയാലും, ബാലൻസ് ഇല്ലാതെ നിൽക്കുന്ന തത്വമായാലും, നീർക്കെട്ട്, ജലദോഷം, കഫക്കെട്ട്, അമിതവണ്ണം, മടി, അമിത വൈകാരികത, പറ്റിപ്പിടിക്കുന്ന സ്വഭാവം, വയറിളക്കം ഇവ അനുഭവപ്പെടും. അതേ ജലതത്വം കുറഞ്ഞാൽ വരൾച്ച, തൊലി വരളുക, മലബന്ധം, സന്ധികൾക്ക് ശബ്ദം, ദാഹം, മുടി പൊട്ടിപ്പോവുക, വൈകാരിക മരവിപ്പ്, ബാലൻസ് കുറഞ്ഞു പോവുക, ഇതെല്ലാം സംഭവിക്കും. ഇത് ബാലൻസ് ചെയ്യാൻ, അതായത്
ജലതത്വം ബാലൻസ് ചെയ്യും. ജലതത്വം കൂടുന്നതിന് വെള്ളം കുടിക്കുക, നാളികേര വെള്ളം കുടിക്കുക, പാല്, ചൊരയ്ക്ക, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയവ ധാരാളം. ജലാംശം അടങ്ങിയ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിഴിഞ്ഞാൽ ചാറ് കിട്ടുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇവ ധാരാളം കഴിക്കുക. വെള്ളത്തിലിറങ്ങി നീന്തുന്നത് ജലതത്വം കൂട്ടുന്നതിന് കാരണമാകും. അതുപോലെ കുറയ്ക്കുന്നതിന് വിയർക്കുന്ന വ്യായാമം ചെയ്യുക. വരണ്ട ചൂട്, എരിവ്, ചവർപ്പ്, കയ്പ്, രസങ്ങൾ, ഉണങ്ങിയ ഭക്ഷണം തുടങ്ങിയവ ബാലൻസ് ജലതത്വം അമിതമായാൽ കുറയ്ക്കുന്നതിന് സഹായിക്കും. അതായത് വിയർക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുക, വരണ്ട ചൂട് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക, എരിവ്, ചവർപ്പ്, കയ്പ്, രസങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, ഉണങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ജലതത്വം കുറയും. ജലതത്വം അഗ്നിതത്വവുമായിട്ടും ആണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിതത്വം ജലതത്വവുമായിട്ടുമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഭൂമിതത്വവും ജലതത്വവും ഉൾക്കൊള്ളുന്ന കേന്ദ്രത്തെയാണ് ശരിക്കും ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയൊരു എപ്പിസോഡിൽ കൂടുതൽ വിശദീകരണം നൽകാം. നന്ദി, നമസ്കാരം.